ഹായ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തംബ്ലൈൻ ഒന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കൊന്നും വേണ്ട. എൻ്റെ അമ്മേൻ്റെ വീട് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ എങ്ങനെ മുമ്പിൽ പുറകിൽ അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ എൻ്റെ അമ്മേൻ്റെ വീട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഞാൻ പിന്നെ ഇന്ന് എനിക്ക് പയ്യന്നൂർ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് വണ്ടി സർവീസിനെല്ലാം കൊടുക്കണേന്. അപ്പം ഞാൻ വിളിച്ച് എന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പം വണ്ടി കിട്ടാൻ കുറച്ച് വൈകും. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു തന്നെയായിരുന്നു. പിന്നെ അതിനിടക്ക് മാമൻ എന്നോട് പറഞ്ഞ് പിന്നെ മുന്നേ ഓടുന്ന എഞ്ചിൻ എന്നെല്ലാം പറഞ്ഞാൽ ഡീസലിൽ ഓടുന്നു. ഇപ്പോഴത്തെ എഞ്ചിനെല്ലാം കറണ്ടിൽ ഓടുന്നത്. അപ്പം മുന്നേ ഓടി അങ്ങനത്തെ എഞ്ചിൻ ഡീസലിൽ ഓടി അങ്ങനത്തെ എഞ്ചിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, പോയി എടുത്തോ, ചിലപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിലോ എന്നെല്ലാം പറഞ്ഞിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാമ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എന്താ വെച്ചാൽ എന്നാൽ പിന്നെ അത് എടുത്തേക്കാന്ന് വെച്ചിട്ട് അങ്ങ് ഇതാക്കിയതാണ്. അപ്പം ഇവിടെ ഇപ്പം അമൃത് ഭാരത് സ്റ്റേഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫുള്ള് മാറി സ്റ്റേഷനെല്ലാം. കുറേ കാലം മുന്നേ വന്ന ഒരാൾക്ക് ഇപ്പം കാണുമ്പം ഫുൾ മാറിയ പോലെ ഉണ്ടാവുക. കാരണം ഇപ്പം ഈ ജില്ലിക്കല്ലിട്ട് ഈ മതിൽ കെട്ടി ഇങ്ങനെയൊന്നും അല്ലേ ഇവിടെ ഉണ്ടായിനി. ഇവിടെ ഫുൾ ഈ തോട് കണക്കിയാണ്, ഫുൾ അങ്ങനെയാണ് ഉണ്ടായിനി. നമുക്കിപ്പം അപ്പുറം സ്റ്റേഷനിലേക്കെല്ലാം പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുന്നിലെ പാലെല്ലാം ഉണ്ടായിന്, അങ്ങനെയാണ് പോകേണ്ടി വന്നിട്ടുണ്ടായിനി. പക്ഷെ ഇപ്പം നമ്മൾ ഇങ്ങനെ കെട്ടിയതെല്ലാം കൊണ്ട് എന്താ പറയണ്ടേ, ഇപ്പം ഇങ്ങനെ ഒരു ഏണിയെല്ലാം ആക്കി പെട്ടെന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ, കാരണം നമുക്കൊരു സ്റ്റാളുണ്ട് സ്റ്റേഷനിൽ. അപ്പം ആ സ്റ്റാളിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ചുറ്റി അപ്പുറത്തേ പോകുന്നതിനേക്കാളും നല്ലത് ഇതങ്ങോട്ട് കയറി കിടന്നാൽ പോരെ. പിന്നെ ഈ റെയിൽവേ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കിപ്പം നമ്മളെ കടയില്ലത് കൊണ്ട് നമുക്കിപ്പം അങ്ങനെ ഇതാക്കിയേ പറ്റുള്ളൂ. അപ്പം അങ്ങാടെ കാണുന്നതെന്ന് കട, നമ്മളെ സ്റ്റാള് നമ്മൾ പറയും. അപ്പം അത് മുന്നേ ഉണ്ടായത് നമ്മളെ എൻട്രൻസ് തന്നെയാണ്. പിന്നെ സ്റ്റേഷൻ്റെ എൻട്രൻസിലാണ്. എൻട്രൻസ് പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്താണ് വരിക. ആ മുത്തപ്പൻ്റെ ആ ഭാഗത്താണ് എൻട്രൻസ് വരിക. അപ്പം അവിടുന്ന് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ്റെ ഈ ഒരു പണി കാരണം പിന്നെ അത് ഇങ്ങോട്ട് മാറ്റി. കാരണം കുറേ എന്തെല്ലോ ചേഞ്ചസ് എല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങോട്ട് മാറ്റേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം എന്താ പറയണ്ടേ, ഇപ്പം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ ഇവിടെ ഇങ്ങനെ പാർക്കിങ് വരുന്നതാന്ന് തോന്നുന്നത്. അപ്പം ആ പാർക്കിങ് വരുന്നതിൻ്റെ ഇങ്ങനെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നും ഇങ്ങനെയൊന്നല്ല, ഇനി ഫുള്ള് ഈ തോടേനും. കാരണം ഇപ്പം എല്ലാം മണ്ണിട്ട് നിരത്തി എല്ലാം റെഡിയാക്കി. ഞാൻ ശരിക്കും ആ പീടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായി. നമ്മളെ പീടി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായിനി. എടുത്തെടുത്ത് വന്നിട്ട് പിന്നെ വേറെ എന്തെല്ലാം എടുത്ത്. ഞാൻ അന്നേരം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളെ പോളിയിലത്തെ പിള്ളേരെല്ലാം വിട്ടിട്ടുണ്ട്. അല്ല, അതായത് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അവർക്ക് വെള്ളിയാഴ്ച. അപ്പോൾ ഞാനൊരു പോളി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പോളിയിലെ ഇവരെ കാണുമ്പോൾ അമ്മ എൻ്റെ എന്നോട് ആണെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പോളിയിലെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്കൊരു നൊസ്റ്റു. കാരണം എന്താണെന്നറിയില്ല, ഞാൻ വുമൻസ് പോളി പയ്യന്നൂരാ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കാണുമ്പോൾ ഒരു എന്താ പോലെ, കാരണം അത്രക്കും ഇതായിട്ടുള്ളൊരു കോളേജ് ആയിരുന്നു. അന്നേരം അവരിങ്ങനെ അടിയിടെല്ലാം നിൽക്കുന്നുണ്ട്, ഒരു നൊസ്റ്റു അടിച്ചിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിനി. പിന്നെ എന്താ പറയണ്ടേ, ഇപ്പം ഈ റെയിൽ പാലത്തിൽ കയറി പറയാൻ എന്തെങ്കിലും പറയാൻ നിൽക്കണം. കാരണം ഇതിലേക്കൂടി ഒന്നും വരാൻ പോകുന്നില്ല. ഈ ഒരു ഇതിലേ കൂടി ഒന്നും കണ്ണില്ല, പുല്ലാക്കിൻ്റെ. അപ്പം അങ്ങ കാണുന്നതാണ് എൻ്റെ വീട്, ആ നിൽക്കുന്നതാണ് എൻ്റെ മാതാശ്രീ. അപ്പം ഞാൻ പിന്നെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പം അതാണ് കട വരുന്നത്. അപ്പം മാമനാണ് ഇപ്പം അവിടെ നിൽക്കൽ. പിന്നെ അപ്പോൾ ഈ കുറേ പിള്ളേരെല്ലാം അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്തുണ്ട് നമ്മളുടെ ഇത് വന്ദേ ഭാരത് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. അതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ട്രെയിനിൻ്റെ സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോന്ന്. പിന്നെ ഇത് കൊല്ലങ്ങളായി കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴക്കെല്ലാം ഉണ്ട്. കാരണം അതുകൊണ്ട് പിന്നെ ഇത് ശീലമായി. ഇപ്പം ഇത് കേൾക്കാണ്ട് ഉറങ്ങുമ്പോൾ ഉറക്കം വരുന്നുണ്ടോയെന്നാണ് അറിയേണ്ടത്. അപ്പം ഇതാണ് അമ്മേൻ്റെ വീട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു പഴയ വീടാണ്, ഒരു പഴയ ഇതിലുള്ള ഒരു വീടാണ്. അപ്പം ഇത് എന്നോട് ആടുന്നിങ്ങനെ മാമനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, എന്തോ പച്ചപ്പ് ഹരിതവേല കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ എന്നാന്ന് ഇങ്ങനെ വെച്ച് അതൊന്നും വേഗണം. കാരണം ഞാൻ കട ആടുന്ന് ഒഴിവാക്കുന്ന സമയത്ത് ആഴ വന്ന കുറേ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റുക ചെയ്തിനി. അപ്പം അത് വെക്കാൻ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെച്ചതാണ്. അപ്പം അത് കുറച്ച് വലിയ കടയായിരുന്നു. ഇപ്പം ആക്കിയത് കുറച്ച് ഇപ്പോഴത്തെ ഇത് സ്റ്റേഷൻ പോലെ. അപ്പം കുറച്ചൊരു ഇടുങ്ങിയ ഇതായിപ്പോയി. അപ്പം എല്ലാ സാധനവും അവിടെ കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ട് കുറേ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ ആലയാണ്, പഴയ പശുക്കളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പശുവൊന്നും ഇല്ല. അപ്പം നമ്മൾ വിറകാക്കാൻ ഇങ്ങനെയെല്ലാം ആക്കും. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നാണ് ഇങ്ങനെ അങ്ങനെ വൃത്തിയായല്ലോ. പിന്നെ ആലാന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. ഇതാണ് വീട്. ഇത് അച്ചച്ചനാണ്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി.
അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു പഴയ വീടാണ്. മാമൻ ഉണ്ട് അവിടെ കിടക്കുന്നതിന് മാമനെ കാണിക്കണം എന്ന് വെച്ചോണ്ട് കണ്ട ഇവിടെയും നമ്മൾ എവിടെ പോയാലും നമ്മളുണ്ടാവും. ഇപ്പം ഇത് കല്യാണം കഴിഞ്ഞ സമയത്ത് കിട്ടിയ ഒരു ആൽബം, അപ്പം അത് അമ്മയുടെ കൊണ്ട് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. സമയം 3:10. ഇത് അച്ഛൻ്റെ അച്ഛനും അമ്മയാണ്. ഇങ്ങനെ ഓരോ ഫോട്ടോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാല ഫോട്ടോകളെല്ലാം ഉണ്ടാവും. കണ്ടോ എന്നെ കണ്ടോ നിങ്ങൾ, ഞാനാണ് നിൽക്കുന്നത്, പണ്ടത്തെ ഞാനാണ്, മാമൻ്റെ കല്യാണത്തിന് എടുത്തതാണ്. എനിക്ക് കുറേ ഒരു 4 മാമന്മാരുണ്ട്. മാമന്മാർ ഇതെല്ലാം എൻ്റെ അമ്മയാണ് നടുക്കില്ലത് കേട്ടോ. അപ്പം എനിക്ക് 4 മാമന്മാരുണ്ട്. അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ മാമന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു റൂം, ഇതൊരു റൂം, ഇത് പടിഞ്ഞാറ്റ. അമ്മമ്മ ഇങ്ങനെ ഇരിക്കും. അമ്മമാരൊന്നും എന്നെ കാണിക്കല്ല എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കും. അമ്മമ്മ നമ്മളെ വേറൊരു മാമനുണ്ട്. ആ മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കുന്നത്. അമ്മ എന്നെ കാണിക്കല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഞാൻ സാരിയെല്ലാം എടുത്തിട്ട് വേണ്ടി കാണിച്ചാൽ മതിയെന്ന്. അപ്പം ഇത് അടുക്കള, അത് ഗ്യാസ് വെക്കുന്നത്, ഇത് അടുപ്പ്. ലൈറ്റ് കുറച്ച് കുറവാണ്. എനിക്ക് ലൈറ്റ് ഇടാനെല്ലാം മടിയായതുകൊണ്ട് പിന്നെ ഞാൻ ലൈറ്റൊന്നും ഇടാൻ നിന്നിട്ടില്ല. ഞാൻ വെച്ചെന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ ഇത് കാണിക്കാമെന്ന് വെച്ച്. പിന്നെ മമ്മി ഇവിടെ എന്തോ പണിയെടുക്കാൻ വേണ്ടി പോയത്, അപ്പുറത്ത് എന്തോ എടുത്തിട്ട് വരുന്നുണ്ട്, ചാക്കോ കട്ടോ ഇതൊന്നോ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാമൻ്റെ അടുക്ക പോകാനില്ലേ ഒരു ഇതിലാണ്. ഇത് മുകളിലോട്ടേക്ക് പോകേണ്ടതാണ്. മുകളിലോട്ട് 2 റൂമെല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് പോകാൻ മടിയായതുകൊണ്ട് ഞാൻ പിന്നെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് അതെല്ലാം ആക്കാനോണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല, മുകളിലോട്ടേക്ക് പോയിട്ടില്ല. പിന്നെ ഇതാണ് ഇങ്ങനെ നോക്കിയാൽ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെ നമ്മളെ ഫ്രണ്ട് നോക്കി കാണുന്നത് സ്റ്റേഷനാണ്. ഇങ്ങനെ അത്രക്ക് ഇങ്ങനെ വീടെല്ലാം ഇങ്ങനത്തെ വീടുണ്ട് എന്ന് അറിയില്ല. ഇത് നമുക്കിങ്ങനെ വലിയൊരു വീടാണ് എൻ്റെ അമ്മേൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പം അമ്മമ്മയും മമ്മിയും ഞാനെല്ലാം കൂടിയിട്ട് ഇപ്പം മാമൻ്റെ അടുക്ക പോകാൻ നിൽക്കുന്നത്. ഞാൻ പോകുന്നില്ല, അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ പൈനൂരേക്ക് വരുന്നുണ്ടെന്ന് എന്നാൽ പിന്നെ ഒന്ന് മാമൻ്റെ അടുക്ക പോയിട്ടാന്ന് വെച്ചിട്ട് അപ്പം അമ്മയുണ്ട്. അപ്പം എന്നെ ഇപ്പം അവിടെ തട്ടും, എൻ്റെ വണ്ടി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് എന്നെ വണ്ടി എടുക്കാനൊക്കെ തട്ടിയിട്ട് ഇവർ മാമൻ്റെ അടുക്ക പോകും. ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ അരവിന്ദയിലേക്ക് പോകും. അപ്പം അതിനിടക്ക് നമ്മൾ മാവേലിയിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 ചൂലെല്ലാം മേടിച്ചിട്ടുണ്ടായിന്. ഈ ചൂല് എന്ന് പറയുന്നത് മാവേലിയിൽ മാത്രം കിട്ടുന്ന ചൂലാണ്. അടിപൊളി ചൂലാണ്. ആടെ ഇപ്പോൾ കുറേ കാലമായി വരാത്തെ. എന്നുവെച്ചാൽ കിട്ടിയ അവസരത്തിൽ നമ്മൾ മേടിക്കണ്ടേ, നല്ല ചൂലാണ്. നമുക്ക് ഒന്ന് വിശദീകരിച്ചങ്ങ് അടിച്ചു വരാം. അപ്പം വന്നു. അപ്പം നമ്മൾ പോന്നാന്ന് അതാ കണ്ടോ, പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അനിയത്തി ഉണ്ട്, ഓള് പിന്നെ കോളേജിൽ പോയിട്ടാണ് ഉണ്ടായിനി. പിന്നെ ഓളെ കൂട്ടാന്ന് വിചാരിച്ചിട്ട് വിളിക്കുമ്പോക്ക് ഓള് പറഞ്ഞു ഞാനിങ്ങനെ വീട്ടിലെത്തിന്ന് പറഞ്ഞു. ഓളാന്നിപ്പം ഇവിടെ നിൽക്കല, അമ്മമ്മേൻ്റെ ഒപ്പം നിൽക്കലോളാന്ന്. പക്ഷെ അമ്മയും ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അമ്മക്കും പിന്നെ അമ്മമ്മേനെ ഒന്ന് ആശുപത്രി കാണിക്കണം നൽമൻ്റ് വന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മളുടെ വാഹനം, അതായത് നമ്മൾ സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം അത് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് വരണത്രേ. അപ്പം ഞാൻ ചെന്നപ്പോൾ പിന്നെ 2 വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇതാണ് നമ്മളെ ഹൈവേ, ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇവിടുന്ന് വണ്ടി കയറ്റുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം അങ്ങോട്ട് നിന്നെല്ലാം വണ്ടി വരുന്നതെല്ലാം നോക്കണ്ടായി, ഇവിടുന്ന് പാഞ്ഞ് വരുന്നതെല്ലാം. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കണ്ട, ഇന്ന് നമ്മളുടെ ഈ ഗ്രാനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഗ്രാനു ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എന്തിനാണ് ഇതെല്ലാം മേടിച്ചിട്ട് വന്നിരുന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എന്തായാലും പ്ലം കേക്ക് മറ്റുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കാൻ പാടില്ല. ഗ്രാനുവിന് ക്രീം കേക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ പ്ലം കേക്ക് ആകുമ്പോൾ ഗ്രാമ തിന്നു. അപ്പം പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ മുറിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പുറത്തെ ചൂലൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇതാക്കണം, അത് ഞാൻ അങ്ങ് കൊണ്ടുപോകാൻ വെച്ച ചൂലാണ്. അതാണ് പിന്നെ അവിടെ തന്നെ വെച്ചിനി. ഇതാ ഗ്രാനും ഡാഡിയും കൂടിയിട്ട് കേക്ക് മുറിക്കുകയാണ്. ഇനി അടുത്തത് ഒരു കഷ്ണം എടുത്തിട്ട് ഗ്രാനുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു, ഒരു കഷ്ണം എടുത്തിട്ട് പിന്നെ അച്ഛൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരും ഇല്ല, ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒന്ന് കേക്ക് ഇങ്ങനെ മുറിച്ചു. ഞാൻ എൻ്റെ അമ്മ ഉണ്ടായിട്ടില്ല, അമ്മ അങ്ങ ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ അവർ 2 ഇല്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു കേക്ക് മുറി അത്ര തന്നെ. അമ്മമ്മ അറിയില്ല, പിന്നെ അങ്ങ് മുറിക്കാന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞു, കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ എല്ലാം പറഞ്ഞു. അപ്പം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തോട്ടോ. ക്രീം കേക്ക് തരത്തിൽ നിങ്ങൾക്ക് ആർക്കും വിഷമങ്ങളൊന്നും വേണ്ട. അപ്പം നമ്മളെ വീഡിയോ എന്ന് പറയാൻ വേണ്ടി ഇത്രയും ഒരു കുഞ്ഞു വീഡിയോ, ഞാൻ ശരിക്കും നമ്മളെ അമ്മേൻ്റെ വീടെല്ലാം ഒന്ന് കാണിച്ചിടാന്ന് വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ്. അപ്പം ഞാൻ ആ കേക്ക് കുറച്ച് തിന്നട്ടെ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചാ